ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട പാക് ഭീകരന്മാരുടെ സംസ്കാര ചടങ്ങിൽ പാകിസ്ഥാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പാക് ഭരണകൂടത്തിലെ ഉന്നതരും പാകിസ്ഥാൻ സേനയും പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുമായുള്ള അഭേദ്യമായ ബന്ധം ഒന്നുകൂടി വെളിപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയോടുകൂടിയാണ് പാകിസ്ഥാനിലെ ലഷ്കർ-ഇ-തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പായിരിക്കുന്നു. കഴിഞ്ഞ അർദ്ധരാത്രി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ലഷ്കർ-ഇ-തോയ്ബ കമാൻഡന്റ് അബ്ദുൾ റൌഫിന്റെ സംസ്കാര ചടങ്ങിലാണ് ലഷ്കർ-ഇ-തോയ്ബ ഭീകരന്മാർക്കൊപ്പം ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരന്മാർക്കൊപ്പം പാകിസ്ഥാൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ എത്തിയത്. ഇവർ പാകിസ്ഥാന്റെ സൈനിക ബഹുമതിയോടുകൂടിയാണ് ഈ കൊടും ഭീകരന്മാർക്ക് അന്ത്യയാത്ര നൽകിയത്. ഇത് അബ്ദുൾ റൌഫിന്റെ സംസ്കാര ചടങ്ങിൽ മാത്രമല്ല, ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ലഷ്കർ-ഇ-തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ നിരവധി ഭീകരന്മാരുടെ സംസ്കാര ചടങ്ങുകളിൽ പാകിസ്ഥാന്റെ സൈന്യം ഉടനീളം പങ്കെടുത്തു എന്നതിന്റെ തെളിവുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. പാകിസ്ഥാന്റെ ഭീകരബന്ധം ഒന്നുകൂടി ലോകത്തിനു മുന്നിൽ അനാവൃതമായിരിക്കുന്നു. പാകിസ്ഥാൻ എന്ന രാജ്യം ഭീകരന്മാർക്ക് മുന്നിൽ എങ്ങനെയാണ് നട്ടെല്ല് വളച്ചു നിൽക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി വെളിപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാനിലെ ഭരണകൂടം പാകിസ്ഥാനിലെ ഭീകരന്മാരായിട്ടുള്ള ലഷ്കർ-ഇ-തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാണ് എന്ന് ഒരിക്കൽ കൂടി ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഏപ്രിൽ മാസം 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരന്മാരാണ് ഇതിന് പിന്നിലെന്ന് ഇന്ത്യ ആരോപിച്ചപ്പോഴൊക്കെ ഈ ഭീകരന്മാരുമായി തങ്ങൾക്കൊരു ബന്ധവുമില്ലെന്നും ഭീകര കേന്ദ്രങ്ങളെക്കുറിച്ച് അറിയില്ലെന്നുമാണ് പാകിസ്ഥാൻ ഔദ്യോഗിക നിലപാട് സ്വീകരിച്ചത്. അങ്ങനെ പറഞ്ഞ പാകിസ്ഥാൻ പിറ്റേന്ന് തന്നെ ഹാഫിസ് സയ്യിദ്, ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രധാനപ്പെട്ട നേതാവ് മസൂദ് അസർ, ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന നേതാവ്, ഇവരുടെയൊക്കെ വസതികൾക്ക് സൈനിക സെക്യൂരിറ്റി നൽകി. സൈന്യത്തെ കാവൽ നിർത്തി. ഈ ഭീകര നേതാക്കന്മാർക്ക് 24 മണിക്കൂർ സൈന്യം കാവൽ ഏർപ്പെടുത്തി. അങ്ങനെ ഈ ഭീകരന്മാരോടുള്ള കൂറ് അപ്പോൾ തന്നെ പാകിസ്ഥാൻ സൈന്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ കഴിഞ്ഞ രാത്രി ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായത് പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളിലേക്കോ പാകിസ്ഥാന്റെ സിവിലിയന്മാരുടെ ഇടയിലേക്കോ അല്ല, പാകിസ്ഥാനിലെ 9 ലഷ്കർ-ഇ-തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും കേന്ദ്രങ്ങളിലേക്കാണ്. മസൂദ് അസർ എന്ന ജെയ്ഷെ മുഹമ്മദിന്റെ തലവന്റെ ആസ്ഥാനത്തേക്കാണ് ആക്രമണം നടത്തിയത്. ലഷ്കറിന്റെ നിരവധി ക്യാമ്പുകളിലേക്കാണ് ആക്രമണം നടത്തിയത്. ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി ഭീകരന്മാരെ റിക്രൂട്ട് ചെയ്യുന്ന റിക്രൂട്ടിംഗ് കേന്ദ്രങ്ങളിലേക്കാണ് നടന്നത്. ഇന്ത്യയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഭീകരന്മാർക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങളിലേക്കാണ് അവർ ആക്രമണം നടത്തിയത്. ആ ആക്രമണം ഒരിക്കലും പാകിസ്ഥാൻ ജനതയ്ക്കെതിരെയുള്ള ആക്രമണമായിരുന്നില്ല, പാകിസ്ഥാന്റെ ഭരണകൂടത്തിനെതിരെയുള്ള ആക്രമണമായിരുന്നില്ല, പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ പോലും ഇന്ത്യ തൊട്ടില്ല, പാകിസ്ഥാന്റെ ഒരു ആയുധശാലയും ഇന്ത്യ തൊട്ടില്ല. ഇന്ത്യ ആകെ ആക്രമിച്ചത് ലോകത്തിന് തന്നെ വിനാശകരമായ, ലോകത്തിന് തന്നെ ഭീഷണിയായ പാകിസ്ഥാനിലെ ലഷ്കർ-ഇ-തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും കേന്ദ്രങ്ങളെയായിരുന്നു, ക്യാമ്പുകളെയായിരുന്നു. ആ ക്യാമ്പുകളെയും കേന്ദ്രങ്ങളെയും ആക്രമിച്ച് തകർക്കുകയായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. അത് ഇന്ത്യയുടെ മാത്രം സേഫ്റ്റിക്ക് വേണ്ടിയല്ല, അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയാണ്, സെക്യൂരിറ്റിക്ക് വേണ്ടിയായിരുന്നു. ഈ കൊടും ഭീകരന്മാർ അവർ ലോകത്തെവിടെ ഇരുന്നാലും സാധാരണ മനുഷ്യർക്കാണ് അതിൻ്റെ ദോഷം. അത് ഇന്ത്യ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യ ഈ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചു. അപ്പോൾ വരുന്നു പാകിസ്ഥാന്റെ നിലവിളി. അതിനു പിന്നാലെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്ദുൾ റൌഫ് അടക്കമുള്ള ലഷ്കർ-ഇ-തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ കമാൻഡർമാരും ഭീകരന്മാരുമായിട്ടുള്ള ആളുകളുടെ സംസ്കാര ചടങ്ങുകളിൽ നടത്തിയ സംസ്കാര ചടങ്ങിൽ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ-ഇ-തോയ്ബയുടെയും ഒക്കെ ഭീകര നേതാക്കന്മാർ സജീവമായി പങ്കെടുത്തു. അവർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം ഈ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഔദ്യോഗിക ബഹുമതി കൊടുത്തു. ഒരു ഭീകരനല്ല, ഭീകരന്മാർക്കാണ് പാകിസ്ഥാന്റെ രാജ്യം ഔദ്യോഗിക ബഹുമതി കൊടുത്തു. പാകിസ്ഥാൻ സേന ആ മൃതശരീരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സംസ്കാര ചടങ്ങിലേക്ക് പോയി. വേഷം മാറി, അല്ലെങ്കിൽ ഔദ്യോഗിക വേഷത്തിൽ, അല്ലെങ്കിൽ യൂണിഫോം ഒഴിവാക്കിക്കൊണ്ട് പാകിസ്ഥാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരടക്കം, പാകിസ്ഥാൻ ഭരണകൂടത്തിലെ വലിയ ഉന്നതന്മാരടക്കം ഈ ചടങ്ങുകളിൽ പങ്കെടുത്തു. അപ്പോൾ ഈ സൈന്യത്തിനും പാകിസ്ഥാൻ ഭരണകൂടത്തിനും കൂറാരുടെ കൂടെയാണ് നമ്മൾ മനസ്സിലാക്കണം.
കൂറ് ഈ ഭീകരന്മാരുടെ കൂടെയാണ്. ലഷ്കർ എ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ പറയുന്നത് അനുസരിക്കുക മാത്രമാണ് പാകിസ്ഥാനിലെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം. ഇന്ത്യക്ക് നേരെ നടന്ന ഈ ഭീകരാക്രമണത്തിനെ കുറിച്ച് പാക് ഭരണകൂടത്തിനറിയാം, സൈന്യത്തിനറിയാം. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയോടെ, പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യയിലെ പഹൽഗാമിൽ ഈ ഭീകരന്മാർ ആക്രമണം നടത്തിയത്. അപ്പോൾ ഭീകരന്മാർ മാത്രമല്ല, പാകിസ്ഥാൻ ഒന്നടങ്കം അനുഭവിക്കണം. അതാണ് ഇന്ത്യയുടെ നിലപാട്. എന്തായാലും ലോകത്തിന് മുന്നിൽ പാകിസ്ഥാന്റെ പൊള്ളത്തരം തിരിച്ചറിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാന്റെ ഭീകരബന്ധം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. ഈ ഭീകരന്മാരെ പാലൂട്ടി വളർത്തുന്നത് പാകിസ്ഥാനാണെന്നും ഭരണകൂടമാണെന്നും അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്തായാലും പാകിസ്ഥാനിൽ നടന്ന ഈ ആക്രമണത്തിന് പിന്നാലെ ഇത്തരമൊരു കാര്യം ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമാണ്.